സ്നേഹിതരെ, വിശ്വാസ ജീവിതം കോംപ്രമൈസുകൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. യാതൊരു പിടിവാശികളുമില്ലാത്ത, ഒരു നിർബന്ധ ബുദ്ധികളുമില്ലാത്ത ഒരു ലോകത്താണ് വിശ്വാസ ജീവിതം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുക. ആ സുവിശേഷമാണ് ഇന്ന് നമുക്ക് വെല്ലുവിളിയായി നിൽക്കുക. ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഓടുപൊളിച്ച് യേശുവിൻ്റെ അരികിലേക്ക് ഇറക്കുന്ന ഒരു ജനക്കൂട്ടത്തിൻ്റെ ചിത്രം എന്തു മനോഹരമാണ്. ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടും ഈ രോഗിക്ക് സൗഖ്യം തടസ്സമാണെന്നറിഞ്ഞപ്പോൾ ഏത് ത്യാഗവും കഴിച്ച് യേശുവിൻ്റെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സമൂഹം ഈ കാലഘട്ടത്തിൽ വിശ്വാസ ജീവിതത്തിന് വെല്ലുവിളിയാണ്. നമ്മളൊക്കെ ചിന്തിച്ചു നോക്കിയേ, നമ്മുടെയൊക്കെ വിശ്വാസം എന്ത് പിടിവാശികളുള്ളത്. ആരെങ്കിലുമൊക്കെ വന്നാൽ നമ്മൾ വീട്ടിൽ ഉപേക്ഷിക്കുന്നത് കുടുംബ പ്രാർത്ഥനയാണ്. നമുക്കൊരു കൊച്ചു കൊച്ചു സങ്കടങ്ങളും വേദനകളൊക്കെ വരുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്ന ദേവാലയമാണ്. എന്നിട്ട് നമ്മൾ പല എക്സ്ക്യൂസുകളും പറയും, എനിക്ക് വേദനയാണ്, അങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്, ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്. നമുക്കൊന്ന് ആലോചിക്കാം, ദൈവമേ, എത്രമാത്രം ആത്മാർത്ഥതയോടെ, എത്രമാത്രം പിടിവാശിയോടെ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ അല്പസമയം ഉണർന്നിരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. എൻ്റെ വിശ്വാസത്തെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഈ ആത്മശോധനയിലൂടെ ഈ ദിവസം നമുക്ക് പൂർത്തിയാക്കാം. വിശ്വാസം പിടിവാശികളുണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.